ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അതും നമ്മുടെ വിറകടുപ്പിലാണ് കേട്ടോ ഇന്ന് കുക്ക് ചെയ്യുന്നത്. ഞാൻ എൻ്റെ വീട്ടിലായിരുന്ന സമയത്തുണ്ടായിരുന്ന എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ്. ഇടാൻ ഇച്ചിരി ലേറ്റായിപ്പോയി. ഓക്കെ, ഇപ്പോൾ ഗ്യാസിൻ്റെ അഫോർഡബിലിറ്റി കുറവായതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും ആശ്രയിക്കുന്നത് വിറകിനെയാണല്ലോ. അപ്പോൾ ഞാൻ വീട്ടിലൊക്കെ പോകുമ്പോൾ സാധാരണ ചിക്കനൊക്കെ എടുത്ത് കുറച്ച് എന്താ പറയുക, ഞങ്ങളങ്ങനെ കുറച്ച് കൂടാറുണ്ട്. അപ്പോൾ ചേച്ചിയുടെ വീട്ടിലായിരുന്നു കുക്കിംഗ്. ചേച്ചി തന്നെയാണ് കുക്കിംഗ് ചെയ്യുന്നത്. ഞാൻ അവിടുത്തെ വീഡിയോ എടുക്കുന്ന ഒരാളാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചിക്കനും ബിരിയാണി, അതായത് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചിക്കൻ ഞങ്ങൾ വിചാരിച്ചു വെളിയിൽ അടുപ്പിലുണ്ടാക്കാമെന്ന്. അതിന് വേണ്ടിയിട്ട് അടുപ്പൊക്കെ സെറ്റ് ചെയ്ത് തന്നു ചേട്ടൻ. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് നമ്മുടെ ചീനച്ചട്ടിയിൽ എണ്ണയൊക്കെ ഒഴിച്ച് സാധാരണ ഇങ്ങനെയാണോ ചിക്കൻ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ. പക്ഷേ അത് അടുപ്പിൽ വെച്ചപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടെ കൂടുതലായിരുന്നു കേട്ടോ. പെട്ടെന്നായി കിട്ടും കേട്ടോ. നമ്മൾ ഗ്യാസിനേക്കാളും നമുക്ക് പെട്ടെന്ന് ആയി കിട്ടുന്ന ഒരു പരുവം എനിക്ക് തോന്നുന്നു അടുപ്പിലാണെന്ന്. കാരണം തീ അത്രമേലും പോകുന്നുണ്ടല്ലോ. അപ്പോൾ ചിക്കൻ നല്ലപോലെ മസാല ഒക്കെ ഇട്ട് മാഗ്നേറ്റ് ചെയ്തിട്ട് നമ്മൾ വരട്ടി വച്ചേക്കുന്ന ഉള്ളിയിലേക്ക് ചിക്കനും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കനും ഇട്ട് കൊടുത്ത് നല്ലപോലെ വരട്ടിയെടുത്തിട്ട് അടച്ചു വെച്ച് വേവിച്ച് പിന്നെയും നമ്മൾ അതിൻ്റെ പരുവം നോക്കുക. പെട്ടെന്ന് വെന്ത് കിട്ടി കേട്ടോ. നമ്മൾ നാടൻ ചിക്കൻ എടുക്കാൻ നിന്നത്. പക്ഷേ എനിക്ക് നാടൻ വലിയ താല്പര്യമില്ല. പക്ഷെ പിന്നെയാണ് മനസ്സിലായത് നാടൻ ചിക്കൻ നമ്മുടെ ഗ്യാസിലിരുന്ന് വേവുന്നതല്ല, അടുപ്പിലെ തീയിൽ വേവുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇനി ഒരിക്കൽ നാടൻ ചിക്കൻ ട്രൈ ചെയ്ത് നോക്കണം അടുപ്പിൽ വെച്ചിട്ട്. ആദ്യം ചേച്ചി പറഞ്ഞു അടുപ്പിലൊക്കെ വെച്ച് ചെയ്യുന്നത് നല്ല രസമാണല്ലേ, നല്ല രസമുണ്ട് എന്ന്. കുറച്ച് കഴിഞ്ഞ് അതിൻ്റെ തീയും പുകയൊക്കെ അടിച്ചു തുടങ്ങിയപ്പോൾ പറഞ്ഞു എൻ്റെ പൊന്നേ ഇതൊന്ന് തീർത്തിട്ട് പോയാൽ മതി. അപ്പോൾ ഞാൻ, ചേച്ചി, എൻ്റെ മോള്, ചേച്ചിയുടെ മോള്, ചേട്ടൻ, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. ഇളയ ചേച്ചി ഇല്ലായിരുന്നു, ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ കണ്ടോ, നമ്മുടെ മസാല കൂട്ടൊക്കെ ചിക്കനിൽ പിടിച്ച്. സത്യം പറഞ്ഞാൽ എനിക്കിത് കാണുമ്പോൾ തന്നെ ഭയങ്കര കൊതി. അത് ഇപ്പോഴും കൊതി വരുന്നുണ്ട്. അത് വെച്ച സമയത്തും അതുപോലെ തന്നെയായിരുന്നു. ഉപ്പ് ആദ്യം ഒഴിച്ച് കൊടുത്തിട്ടില്ലായിരുന്നു, പിന്നീടാണ് കേട്ടോ ഉപ്പ് ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മുടെ പൊടിയുപ്പല്ല, പരുളുപ്പാണ്. അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിച്ച് വച്ചേക്കുന്നതാണ് ചേച്ചി. പിന്നെ ആവശ്യത്തിന് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് വേവിക്കാൻ വേണ്ടി അടച്ച് മാറ്റി വയ്ക്കും. ആ സമയത്ത് ഞാൻ വിചാരിച്ചു പിന്നെ കുറച്ച് പ്രകൃതി ഭംഗി കൂടെ ആസ്വദിക്കാൻ. ഞങ്ങളുടെ വീട്ടിൻ്റെ ബാക്കിലെ ദൃശ്യ മികവാണ് ഇത് കാണുന്നത്. എല്ലാമൊന്നും എടുത്തിട്ടില്ല, കുറച്ച് ഞാനിങ്ങനെ ജസ്റ്റ് എടുത്തതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അടുത്ത് എന്താ പറയുക, തുറന്ന് നോക്കിയപ്പോൾ ജസ്റ്റ് അതൊന്ന് സെറ്റായി. അതിന് ശേഷമാണ് കേട്ടോ ചേച്ചി മുളകും അതുപോലെ നമ്മുടെ തക്കാളി ഇടുന്നത്. ഞാൻ ഉണ്ടാക്കുമ്പോൾ അതൊന്ന് വരണ്ട് കിട്ടുമ്പോൾ തന്നെ ഇടും. പക്ഷേ ചേച്ചി ഇതെല്ലാം മസാലാസ് എല്ലാം ഇട്ട് സെറ്റായതിന് ശേഷമാണ് തക്കാളിയും മുളകുമൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അതും ഇട്ട് നല്ലപോലെ വരട്ടി ആ മുളകും തക്കാളിയും നല്ലപോലെ വെന്ത് കിട്ടണം നമുക്ക്. അപ്പോൾ ഈ തീയിൽ പെട്ടെന്നാണ് ആവുന്നത്. നമുക്ക് ആവുന്നത് പോലും അറിയുന്നില്ല. അത്രമേൽ സ്പീഡിലാണ് നമുക്ക് ചിക്കൻ കറി അവിടെ റെഡിയായി കിട്ടിയത്. ഓക്കെ, അപ്പോൾ അതും നല്ലതുപോലെ വരട്ടി കൊടുത്ത് ആവശ്യത്തിന് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് മാറ്റി വയ്ക്കുമ്പോൾ നല്ല തീയും കൂടെ ഉണ്ടെങ്കിൽ സെറ്റാണ് ചിക്കൻ. അവിടെ ഇരുന്ന് അത് നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അങ്ങനെ തിളച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ കണ്ടോ, ഇപ്പോൾ തന്നെ എനിക്ക് നാവിൽ നല്ല രുചി വരുന്നുണ്ട് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അത് കാണാൻ തന്നെ. കാരണം നമ്മൾ ഈ എന്താ പറയുക, അടുക്കളയ്ക്ക് അകത്ത് വെച്ച് ചെയ്യുന്നതും പുറത്ത് വെച്ച് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം അത് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മുടെ ചിക്കനും ബിരിയാണിയും എല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട്. ബിരിയാണിയുടെ ഞാൻ എടുത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.